ഈ ലോകത്ത് ഒരു ഇല പോലും വെറുതെ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആവാനും പല ആളുകളുടെയും ജീവിതത്തിൽ പ്രചോദനമാകാനൊക്കെ എൻ്റെ ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് സാധിച്ചു. അതാണ് പറഞ്ഞത്, എന്തിനും ഒരു സൃഷ്ടിപ്പിനും ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തെ കാണുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത്. ജീവിതത്തിലെ 99% കുറവുകളെയും കഠിനാധ്വാനം കൊണ്ട് വിജയിച്ചൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. കാരണം സ്വന്തമായി നടക്കാനോ ഇരിക്കാനോ എന്തിനേറെ നന്നായിട്ടൊന്ന് ചലിക്കാനോ പോലും കഴിയാത്ത അവസരത്തിൽ പോലും അള്ളാഹുവിനെ ചേർത്ത് പിടിച്ച് ഒരിക്കലും പരാതി പറയാത്ത ഈമാനുള്ളൊരു മനുഷ്യൻ. ഇവിടൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം. എല്ലാം നമുക്ക് തന്നു, ഏതെങ്കിലും ഒരു കാര്യം ഹൈറല്ലാത്തതിൻ്റെ മേൽ നമ്മളിൽ നിന്ന് തട്ടിമാറ്റുമ്പോൾ അള്ളാഹുവിന് നാം പരാതി പറയാറില്ലേ? എനിക്കൊന്നും തരത്തില്ല, ഞാൻ എത്ര ദുആ ചെയ്താലും എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടു കളയുന്നു എന്ന് പറയുന്ന നന്ദിയില്ലാത്ത പരാതി. എല്ലാം മുമ്പിലുള്ളപ്പോഴും ഒന്നും കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കാത്തത് അത് എത്ര തെറ്റാണ്. എന്നാൽ ഒന്നുമില്ലാത്തവർ അള്ളാഹുവിനെ വിശാലമായി മനസ്സിലാക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് ആദ്യം വേണ്ടത് എല്ലാം തികഞ്ഞൊരു ശരീരമല്ല, അള്ളാഹുവിനെ അറിയുന്ന ഒരു കൽബാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയോ വളർച്ചയോ ഹൈറോ ബറക്കത്തോ ഇല്ലാത്തത്. എന്നാൽ ഈ ഒരു വിഷമത്തിൽ കിടക്കുമ്പോഴും ആ സഹോദരൻ ജനങ്ങൾക്ക് അഭിമാനമായി വരുന്നു, തൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നു, തന്നാൽ കഴിയുന്ന എല്ലാം ചെയ്ത് അദ്ദേഹം വിജയത്തിന്റെ കവാടങ്ങൾ താണ്ടുകയാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇന്ന് കഴിച്ച ഭക്ഷണം, ശ്വസിച്ച വായു, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് നിങ്ങളുടെ നാവ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ കൽബറിഞ്ഞ് മനസ്സ് വരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കൂടി ഒരു 3 അൽഹംദുലില്ലാ പറ. അള്ളാഹ്ക്ക് അതേറെ ഇഷ്ടമാകും. ഞാൻ ചെല്ലുകയാ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവേ നിനക്ക് 1000 സ്തുതി റബ്ബേ. അള്ളാഹുവേ തന്ന ഖൈറുകളെ നീ നിലനിർത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ.